ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ ഗുരുദേവ കൃതി ദൈവദശകം ലഘുവ്യാഖ്യാനം ശ്ലോകം 7. സത്യസ്വരൂപ വിവരണം. പ്രപഞ്ച സത്യം പൂർണ്ണമായി കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കണ്ടുപിടിക്കപ്പെട്ട സത്യത്തിൻ്റെ സ്വരൂപവും ഉപനിഷത്തുകൾ വ്യക്തമായി വിവരിച്ചിട്ടുണ്ട്. ബ്രഹ്മം സച്ചിദാനന്ദമാണ്. ഇതത്രേ ഉപനിഷത്തുക്കളിലെ സത്യസ്വരൂപ വിവരണത്തിൻ്റെ ചുരുക്കം. സത്ത്, ചിത്ത്, ആനന്ദം ഇവ ഏകീഭവിച്ച് ഘനീഭവിച്ചതാണ് പ്രപഞ്ച സത്യമായ പ്രപഞ്ചം. ശുദ്ധമായ നിലനിൽപ്പാണ് സത്ത്, ശുദ്ധമായ ബോധമാണ് ചിത്ത്, ശുദ്ധമായ ആനന്ദമാണ് ആനന്ദം. പ്രഥമ ശ്രവണത്തിൽ ഇവ മൂന്നാണെന്ന് നമുക്ക് തോന്നാം. ലോകത്തെ ഇവ മൂന്നായി വേർപെട്ട പോലെയാണ് അനുഭവം. എന്നാൽ ലോകാനുഭവത്തിൽ പോലും സത്ത് ചിത്തിലേക്കും ചിത്ത് ആനന്ദത്തിലേക്കും കടക്കുമ്പോൾ ആദ്യത്തേത് പിന്നത്തേതിൽ ലയിച്ചേകീഭവിക്കുന്നതായി കാണാൻ കഴിയും. ജഡപദാർത്ഥങ്ങളിൽ നിലനിൽപ്പ് മാത്രമേ നാം കാണുന്നുള്ളൂ. അവിടെ ബോധമോ ആനന്ദമോ ഇല്ല. ഇനിയും മനുഷ്യ ഹൃദയത്തിൽ ആഗ്രഹങ്ങളും വികാരങ്ങളും പ്രബലമായി നിലനിൽക്കുന്നിടത്ത് നിലനിൽപ്പും ബോധവും ഒരുമിക്കുന്നു. ആഗ്രഹങ്ങളും വികാരങ്ങളും ബോധപൂർവം നിലനിൽക്കുന്നതായിട്ടാണല്ലോ എല്ലാവരുടെയും അനുഭവം. ആഗ്രഹങ്ങളും വികാരങ്ങളും ഇങ്ങനെ പ്രബലമായി നിൽക്കുന്നിടത്ത് ആനന്ദം അനുഭവിക്കാൻ പറ്റുന്നില്ല. ആഗ്രഹങ്ങൾക്ക് ലൗകികമായോ ആധ്യാത്മികമായോ ഒരു ഉപശമം വരുന്നിടത്തേ ആനന്ദമുള്ളൂ. ആനന്ദാനുഭവ സ്ഥലത്താകട്ടെ ബോധപൂർവമുള്ള ആനന്ദത്തിൻ്റെ നിലനിൽപ്പാണ് അനുഭവിക്കുന്നത്. ഇവിടെ നിലനിൽപ്പും ബോധവും ആനന്ദവും ഒരുമിക്കുന്നുവെന്ന് പറയേണ്ടതില്ലല്ലോ. എല്ലാ ജീവജാലങ്ങളും നിരന്തരം യത്നിക്കുന്നത് ഈ ആനന്ദതലം കണ്ടെത്താനാണ്. എല്ലാവരും കൊതിക്കുന്നത് കൊണ്ട് തന്നെ ഇത് മാത്രമാണ് സത്യമെന്നും തെളിയുന്നു. ശുദ്ധമായ നിലനിൽപ്പും ബോധവും ആനന്ദവും ഒന്നു തന്നെ. സൃഷ്ടിതലത്തിൽ ഇവയുടെ ഏകഭാവത്തെ മായ മറച്ച് വിഭജിച്ചു കളയുന്നു. ആദ്യം ആനന്ദത്തെ മറയ്ക്കുന്നു, പിന്നീട് ബോധത്തെ. ആനന്ദത്തെ മറച്ചുകൊണ്ട് മായ ആഗ്രഹങ്ങൾക്കും വികാരങ്ങൾക്കും രൂപം കൊടുക്കുന്നു. വീണ്ടും ബോധത്തെ മറച്ച് ജഡദൃശ്യങ്ങൾക്ക് രൂപം കൊടുക്കുന്നു. ജഡങ്ങളിൽ ദൈവത്തിൻ്റെ സദംശം മാത്രമേ തെളിഞ്ഞു കാണുന്നുള്ളൂ. സത്യസ്വരൂപത്തെ കുറേശ്ശെ മറയ്ക്കുകയും പുതിയ കാഴ്ചകളെ ഉളവാക്കുകയും ചെയ്യുകയാണല്ലോ മായയുടെ പ്രവൃത്തി. ജഡദൃശ്യങ്ങളിലും ചിത്തവൃത്തികളിലും ശുദ്ധമായ നിലനിൽപ്പോ ബോധമോ കാണപ്പെടുന്നില്ല. ഈ രണ്ട് സ്ഥലത്തും നാമരൂപങ്ങളോട് ഇടകലർന്നാണ് നിലനിൽപ്പും ബോധവും അനുഭവ വിഷയമാകുന്നത്. മൃദുല ചിത്തവൃത്തങ്ങളിൽ അനുഭവപ്പെടുന്ന ലൗകിക ആനന്ദവും നാമരൂപങ്ങളോട് ഇടകലർന്നതാണ്. നേരെ മറിച്ച് ചിത്തവൃത്തങ്ങൾ ഉപശമിച്ച് നാമരൂപരഹിതമായി അനുഭവപ്പെടുന്ന ആനന്ദമാണ് ശുദ്ധ ആനന്ദം. ശുദ്ധവും അഖണ്ഡവും ഘനീഭൂതവുമായ ആനന്ദം തന്നെയാണ് സത്യസ്വരൂപം. ശുദ്ധമായ നിലനിൽപ്പും ശുദ്ധമായ ബോധവും ഈ ആനന്ദവും ഒന്നു തന്നെ. ഇതുതന്നെയാണ് സച്ചിദാനന്ദം ബ്രഹ്മ. ഉപനിഷത്ത് പ്രഖ്യാപിതമായ ഈ ബ്രഹ്മസ്വരൂപ ലക്ഷണവും അതിൽ പ്രകടമായി കാണുന്ന കാലസങ്കല്പത്തിൻ്റെയും ശബ്ദതരംഗങ്ങളുടെയും ഗൂഢരഹസ്യവും വ്യക്തമായി വിവരിക്കുകയാണ് ഗുരുദേവൻ 7-ാം പദ്യത്തിൽ. നീ സത്യം ജ്ഞാനമാനന്ദം
നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെല്ലോതും മൊഴിയുമോർക്കിൽ നീ. ഈ പദ്യത്തിലെ വാക്കുകളുടെ അർത്ഥം എന്തെന്ന് നോക്കാം. സത്യം, സത്യം അഥവാ ശുദ്ധവും ശാശ്വതവുമായ നിലനിൽപ്പ്. ജ്ഞാനം, ചിത്ത് അഥവാ ശുദ്ധമായ ബോധം. ആനന്ദം, ശുദ്ധമായ ആനന്ദം. വർത്തമാനം, വർത്തമാനകാലം. ഭൂതം, ഭൂതകാലം. ഭാവി, ഭാവികാലം. ഓതും മൊഴി, ശബ്ദം. ഈ പദ്യത്തിൻ്റെ ഉള്ളടക്കം എന്തെന്ന് നമ്മൾക്ക് നോക്കാം. ദൈവമേ, നീ സത്യമാണ്, ജ്ഞാനമാണ്, ആനന്ദമാണ്. വർത്തമാനകാലവും ഭൂതകാലവും ഭാവികാലവും നീ തന്നെയാണ്. ലോകാനുഭവങ്ങൾക്കൊക്കെ ആശ്രയമായി നിൽക്കുന്ന ശബ്ദവും ആലോചിച്ചു നോക്കിയാൽ അവിടുന്ന് തന്നെയാണ്. ദൈവം സത്യമാണ്. ദൈവദശകത്തിൽ വാഴ്ത്തി സ്തുതിക്കുന്ന ദൈവത്തിൻ്റെ സ്വരൂപം എന്താണെന്ന് ഗുരുദേവൻ ഈ പദ്യത്തിൽ വ്യക്തമായി വിവരിക്കുന്നത്. ഒന്നാമതായി പറയുന്നത് ദൈവം സത്യമാണെന്നാണ്. എന്നാൽ എന്താണ് സത്യം? മാറ്റമില്ലാത്ത നിലനിൽപ്പാണ് സത്യം. ഒരു സത്യാന്വേഷി സത്യം, അസത്യം എന്നീ പദങ്ങളുടെ നിർവചനം മനസ്സിലാക്കുകയാണ് ആദ്യമായി വേണ്ടത്. ആ പദങ്ങളുടെ നിർവചനം കണ്ടെത്തിയിരുന്നുവെങ്കിൽ ഈ കാണുന്നതൊക്കെ ഈ രൂപത്തിൽ കണ്ടിട്ട് ആ രൂപം അതിനൊരിക്കലും മാറിപ്പോകാതെ തുടരുന്നു എന്ന് തെളിഞ്ഞാൽ അത് സത്യം. ഒന്നിനെ ഒരു രൂപത്തിൽ അറിഞ്ഞ് കുറെ കഴിഞ്ഞ് ആ രൂപം മാറുകയോ മറയുകയോ ചെയ്തു എന്ന് വന്നാൽ അത് അസത്യം. ഈ നിർവചനങ്ങൾ മനസ്സിലാക്കാൻ സ്വർണ്ണാഭരണങ്ങൾ നമുക്ക് ഒരു ദൃഷ്ടാന്തമായി എടുക്കാം. വള, മാല, മോതിരം മുതലായ ആഭരണങ്ങൾ തൽക്കാല ദർശനങ്ങൾ മാത്രമാണ്. അവ എപ്പോൾ വേണമെങ്കിലും മാറി മറഞ്ഞു പോകാം. അതുകൊണ്ട് സ്വർണത്തെ അപേക്ഷിച്ച് ആ രൂപങ്ങൾ അസത്യങ്ങളാണ്. നേരെ മറിച്ച് ആഭരണ രൂപങ്ങൾ എങ്ങനെയൊക്കെ മാറിയാലും അവയിൽ മായാതെ മറയാതെ നിൽക്കുന്ന വസ്തുവാണ് സ്വർണം. അതുകൊണ്ട് ആഭരണ രൂപങ്ങളെ അപേക്ഷിച്ച് സ്വർണം സത്യമാണ്. അതുപോലെ ഇന്ന് പ്രപഞ്ചമായി കാണപ്പെടുന്ന എല്ലാ കാഴ്ചകളും നിരന്തരം രൂപം മാറാൻ കഴിവുള്ളവയാണ്. ജഡത്തെ നിർമ്മിക്കുന്ന സൂക്ഷ്മ ശക്തിയായ ഊർജം പോലും ഉണ്ടായി മറയുന്ന സ്പന്ദനങ്ങളുടെ പ്രവാഹമാണ്. അപ്പോൾ ശക്തിസ്പന്ദനം മുതൽ ഇങ്ങോട്ട് സൂര്യചന്ദ്രാദികൾ ഉൾപ്പെടെ എല്ലാം ഉണ്ടായി മറയുന്ന കാഴ്ചകളാണെങ്കിൽ ഇവയൊക്കെ നിർവചനം കൊണ്ട് തന്നെ സിദ്ധമാകുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ശക്തിസ്പന്ദനം മുതൽ ഇങ്ങോട്ടുള്ള മാറി മറയുന്ന കാഴ്ചകളിൽ ആഭരണ രൂപങ്ങളിൽ സ്വർണമെന്ന പോലെ മാറാതെ മറയാതെ ഒരു വസ്തു നിലവിലുണ്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞാൽ അതാണ് സത്യം. അതാണ് ശാശ്വതമായ നിലനിൽപ്പ്. അങ്ങനെയൊരു വസ്തു ഉണ്ടെന്ന് ഭാരതീയ സത്യാന്വേഷികൾ 1000 കൊല്ലങ്ങൾക്ക് മുൻപ് തന്നെ കണ്ടെത്തി. ആ വസ്തുവിൻ്റെ സ്വരൂപമത്രേ ബോധം. സ്വർണത്തെ ആശ്രയിക്കാതെ ആഭരണ രൂപങ്ങൾക്കൊന്നും നിലനിൽപ്പില്ലാത്തതുപോലെ ബോധത്തെ ആശ്രയിക്കാതെ പ്രപഞ്ചത്തിൽ ഒന്നിനും നിലനിൽപ്പില്ല. ബോധത്തെ ആശ്രയിക്കാതെ ജഡങ്ങളായ കല്ലും കട്ടയും ഒക്കെ നിലനിൽക്കുന്നില്ലേ എന്ന് ചിലർ ചോദിച്ചേക്കാം. മനുഷ്യ ശരീരം എന്ന പോലെ
കല്ലും കട്ടയുമൊക്കെ ബോധം ഉൾക്കൊള്ളുന്ന ഭൂമിയുടെ ശരീരമാണെന്നുള്ള കാര്യം ഈ ചോദ്യകർത്താക്കൾ മറക്കുന്നു. ഭൂമിയും മറ്റും ബോധം ഉൾക്കൊള്ളുന്നു എന്നതിന് എന്താണ് തെളിവ്? ചലിക്കുന്ന പദാർത്ഥത്തിനകത്തോ പുറത്തോ ഒരു ബോധവസ്തുവിൻ്റെ സങ്കല്പം ആ ചലനത്തെ ഇളക്കിവിടാനില്ലെങ്കിൽ ഒരിടത്തും ചലനം സംഭവിക്കുകയില്ല. ഇതൊരു വേദാന്ത ശാസ്ത്ര നിയമമാണ്. അതായത് ആഭരണ രൂപങ്ങൾ സ്വർണത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നത് പോലെ ചലനമുള്ളതൊക്കെ ബോധവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. പലയിടത്തും ബോധത്തെ വ്യക്തമായി കാണാനില്ലല്ലോ എന്ന് വീണ്ടും ചോദിച്ചേക്കാം. ചോദ്യകർത്താവിന് തന്നിൽ തന്നെയുള്ള ബോധത്തെ വേർതിരിച്ച് കാണാൻ കഴിയാത്ത സ്ഥിതിക്ക് മറ്റുള്ളിടത്തുള്ള ബോധത്തെ എങ്ങനെ കാണാൻ കഴിയും? ആഭരണ രൂപത്തിൽ സ്വർണം നിറഞ്ഞിരുന്നാലും അത് സ്വർണമാണെന്ന് ധരിക്കാൻ അറിവുണ്ടെങ്കിലല്ലേ പറ്റൂ. അറിവില്ലെങ്കിൽ സ്വർണത്തെ മറ്റെന്തെങ്കിലുമായും മറ്റെന്തിനെയെങ്കിലും സ്വർണമായും ധരിച്ചെന്ന് വരാം. ലോകത്തിലും സർവത്ര നിറഞ്ഞിരിക്കുന്ന സത്യത്തെ കാണാൻ കണ്ണില്ലാത്തത് കൊണ്ട് മാത്രം അസത്യങ്ങൾ സത്യമായും സത്യം അസത്യമായും തെറ്റിദ്ധരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പ്രപഞ്ച കാരണം അജ്ഞതയാണെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ജഡം മുഴുവൻ ബോധത്തിൻ്റെ ശരീരമാണെന്ന് ഭഗവാൻ ഗീതയിൽ വ്യക്തമായി പ്രഖ്യാപിക്കുന്നുമുണ്ട്. ക്ഷേത്രജ്ഞ യോഗമെന്ന 13-ാം അധ്യായത്തിൽ ശരീരങ്ങളൊക്കെ ക്ഷേത്രമായും ക്ഷേത്രത്തെ അറിഞ്ഞുകൊണ്ട് വർത്തിക്കുന്ന ബോധത്തെ ക്ഷേത്രജ്ഞനായും ചിത്രീകരിക്കുന്നു. എന്നിട്ട് ഭഗവാൻ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു: യാവത് സംജായതേ കിഞ്ചിത് സത്വം സ്ഥാവരജംഗമം ക്ഷേത്രജ്ഞ സംയോഗാത് തദ്വിദ്ധി പരദർശഭ. ഈ ലോകത്ത് ഉണ്ടായി വരുന്ന നിലനിൽപ്പിൻ്റെ ഏത് ചെറിയ അംശവും സ്ഥാവരമായാലും ജംഗമമായാലും ക്ഷേത്രജ്ഞനായ ബോധത്തിൻ്റെയും ക്ഷേത്രമായ ജഡത്തിൻ്റെയും സംയോഗം കൊണ്ടുണ്ടാകുന്നതാണ്. അതുപോലെ എല്ലാ ക്ഷേത്രങ്ങളിലും ക്ഷേത്രജ്ഞനായി വർത്തിക്കുന്ന ഞാനാണ് പരമസത്യമെന്നും ഭഗവാൻ പ്രഖ്യാപിക്കുന്നു. എല്ലാ ജഡവും ബോധത്തിൻ്റെ ശരീരമാണെന്നുള്ള ചർച്ച ഇവിടെ നിൽക്കട്ടെ. സകല ജഡരൂപങ്ങളും ആഭരണ രൂപങ്ങൾ സ്വർണത്തോടെന്ന പോലെ ബോധവുമായി ചേർന്ന് നിലനിൽക്കുകയാണെന്ന വസ്തുത മറ്റൊരു വീക്ഷണഗതിയിൽ നിന്നുകൊണ്ട് നമുക്ക് പരിശോധിക്കാം. ശാശ്വതമായ നിലനിൽപ്പല്ലേ സത്യം? നിലനിൽപ്പ് ബോധത്തിൻ്റെ മാത്രം അനുഭവമാണെന്ന് ചിന്തിക്കുന്ന ഒരു കുട്ടിക്ക് പോലും വെളിപ്പെട്ട് കിട്ടുമല്ലോ. ജഡത്തിന് നിലനിൽപ്പ് അനുഭവിക്കാൻ കഴിവുണ്ടോ? അനുഭവിക്കാൻ കഴിവില്ലെങ്കിൽ ജഡം സ്വയം നിലനിൽക്കുന്നില്ല എന്ന് തീർച്ചയല്ലേ? സ്വയം നിലനിൽപ്പില്ലാത്ത ഒന്നിന് മറ്റുള്ളവയുടെ നിലനിൽപ്പ് പ്രശ്നവുമല്ലല്ലോ. അപ്പോൾ ജഡം നിലനിൽക്കുന്നത് ഉള്ളിൽ നിന്നോ പുറത്തു നിന്നോ ബോധവുമായി ബന്ധപ്പെടുമ്പോൾ മാത്രമാണ്. സ്വയം നിലനിൽപ്പ് അനുഭവിക്കാൻ കഴിവുള്ള ഒന്നുമായി ബന്ധപ്പെടാതെ യാതൊന്നും നിലനിൽക്കാൻ സാധ്യമല്ല. പുറമേ ഉള്ളവയെന്ന് തോന്നുന്ന ജഡങ്ങൾ ഉണ്ട് എന്നറിയാൻ സ്വയം ഉണ്മയെ അനുഭവിക്കുന്ന ഒരു ബോധവസ്തുവിൻ്റെ പ്രസരം കൊണ്ടല്ലേ പറ്റൂ. അപ്പോൾ ആഭരണ രൂപങ്ങൾ സ്വർണമായി ബന്ധപ്പെട്ടിരിക്കുന്നത് പോലെ ജഡരൂപങ്ങളുടെ എല്ലാം നിലനിൽപ്പ് ബോധത്തോട് അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് അറിയേണ്ടതാണ്. ബോധം ഒഴിഞ്ഞു മാറിയാൽ ജഡപ്രപഞ്ചം ശുദ്ധശൂന്യമായി തീരും. ഇക്കാര്യം തന്നെയാണ് ദൃക് കൈവിട്ടാൽ ദൃശ്യം ഇല്ലാതായി തീരുമെന്ന് വേദാന്തം പറയുന്നത്. ദൃശ്യങ്ങൾ വിട്ടുപോയാൽ ദൃക് ഇല്ലാതാവില്ലേ? ആഭരണ രൂപങ്ങൾ മാറിപ്പോകുന്നത് കൊണ്ട് സ്വർണം ഇല്ലാതാകുമോ? ദൃശ്യങ്ങൾ വാസ്തവത്തിൽ ഇന്ന് ദൃക്കിൻ്റെ ശുദ്ധ രൂപത്തെ കുറെയൊക്കെ മറച്ചിരിക്കുകയാണ്.
ദൃശ്യരൂപങ്ങൾ മാറിപ്പോകുമെങ്കിൽ ദൃക് സൂര്യതുല്യം ശുദ്ധരൂപത്തിൽ വിളങ്ങി നിൽക്കും. ദൃശ്യത്തെ മാറ്റി നോക്കുന്ന അത്ഭുതകരമായ പരീക്ഷണവും അതിൻ്റെ ഫലവുമാണ് ഒന്നൊന്നായി എണ്ണി എണ്ണി എന്ന രണ്ടാം പദ്യത്തിൽ ഗുരുദേവൻ വിവരിച്ചിരിക്കുന്നത്. ഇങ്ങനെ മാറിമറയുന്ന ദൃശ്യാനുഭവ സ്ഥലങ്ങളിലെല്ലാം ബോധവസ്തു മറയാതെ കാണപ്പെടുന്നത് കൊണ്ടും ദൃശ്യങ്ങൾ മാറിയാൽ ആ ബോധവസ്തു പൂർണ്ണ രൂപത്തിൽ അദ്വയമായി വിളങ്ങി നിൽക്കുമെന്നു ഉള്ളതുകൊണ്ടുമാണ് അതിനെ ഗുരുദേവൻ സത്യം എന്ന് നിർവചിച്ചിരിക്കുന്നത്. ഇങ്ങനെ സത്യവസ്തുവിനെ വ്യക്തമായി ധരിച്ചാൽ മറ്റെല്ലാം ആ വസ്തുവിൽ ഉണ്ടായി മറയുന്ന അസത്യങ്ങളായ തൽക്കാല ദർശനങ്ങൾ മാത്രമാണെന്നും തീരുമാനിക്കാം. തുടരും.